വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ വേദയെ കാണാൻ വരികയാണ്. ഒരു വണ്ടി നിറയെ സാധനങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. മാഷും കമലാമ്മയും വേദയും എല്ലാവരും ഇത് കാണുന്നുണ്ട്. വേദ ഓടി വരും കേട്ടോ. മുത്തശ്ശീന്ന് വിളിച്ച് ഓടി വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ സുഖമല്ലേ? അതേ മുത്തശ്ശി, സുഖമായിട്ട് ഇരിക്കണോ എന്ന് പറയാണ്. ഇതെന്താ ഇതെല്ലാം എന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് വിവാഹം കഴിഞ്ഞു പോയ കുട്ടികൾക്ക് അവരുടെ വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകളുണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയുകയാണ്. അത് കേട്ട് മാഷ് പറയുന്നുണ്ട്, അതിന് വിവാഹം ചെയ്ത് കൊണ്ടുവന്നതല്ലല്ലോ നിങ്ങളുടെ മോളെ ഞങ്ങൾ. അവളെ ഒരു അബദ്ധം പറ്റിയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ. ഞങ്ങൾ ആരും തന്നെ അവളെ അംഗീകരിച്ചിട്ടില്ല. അവളെ കെട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന വിക്രമ പോലും അവളെ അംഗീകരിക്കുന്നില്ല. അവളിവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ. നിങ്ങളിതെല്ലാം ഇപ്പം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് മുത്തശ്ശിക്കും അമ്മയ്ക്കൊക്കെ വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വിക്രം വരുന്നുണ്ട്. വിക്രം വന്നിട്ട് പറയുകയാണ്, ഇതെന്താ ഇത്? ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെന്താ ഇവിടെ കിടക്കാനും ഒടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും സാധനങ്ങളില്ലാണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്തിനാ ഇതെല്ലാം ഞങ്ങൾ നാണം കെടുത്താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും വേണ്ടാന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വേദ വെട്ടി തുറന്നങ്ങ് പറയുകയാണ്. എന്തായാലും മുത്തശ്ശിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായി അവിടെ വന്നതിൽ, അവരിങ്ങനെ സംസാരിച്ചതിലും. അവർ തൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ലോ എന്ന വിഷമത്തോടു കൂടി തന്നെ ആ സാധനങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ്. പിന്നീട് രാധയാണ് കാണിക്കുന്നത്. രാധയ്ക്കൊരു വിവാഹാലോചന കൊണ്ടുവരികയാണ്. അവളുടെ അച്ഛൻ തന്നെയാണ് ഒരു ഗുണ്ടയുമായിട്ടുള്ള ആലോചന കൊണ്ടുവരികയാണ്. അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. എനിക്ക് വിവാഹം വേണ്ട എന്നതിനെ തറപ്പിച്ച് പറയുകയാണ്. പക്ഷെ അങ്ങോട്ട് വിക്രം വരുന്നുണ്ട്. വിക്രം വന്നിട്ട് രാധയെ രക്ഷിക്കുകയാണ്. അവർ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു വന്നിരിക്കുന്നത്. അതിൽ നിന്നും വിക്രം ചെന്ന് അവളെ ഗുണ്ടയെ അടിച്ചോടിച്ച് അവരെ രക്ഷിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് വേദ ചോദിക്കുന്നുണ്ട് വിക്രമിനോട്, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതെല്ലാം രാധയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഭാവിയിലെങ്ങാനും രാധയെ നിങ്ങൾ വിവാഹം കഴിച്ചോളാം എന്നുള്ളൊരു വാക്ക് രാധയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഇല്ല, അങ്ങനെ ഒരു വാക്കും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. അവളെ ഞാൻ എൻ്റെ ഒരു സഹോദരിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളാണ് മനസ്സിൽ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് വിക്രം പറയുകയാണ്.